പ്രവർത്തികൾ നമ്മളെപ്പോഴും അറിയാം, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ല നമ്മുടെ ഉടമ്പടിയുടെ മുഖ്യ ധാര അതാണ്, ഫോർമുല എന്ന് പറയുന്നത്, സൂത്രവാക്യം. നിൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന്. പക്ഷേ ഇത് മുഴുവനും, ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലെ കിടപ്പുണ്ട്. നട്ടിൻ്റെ അകത്ത് സ്പൈനൽ കോഡ് വന്ന പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത്. നോട്ടിൻ്റെ അകത്തുള്ള വാട്ടർമാർക്ക് പോലെ ഇത് ജലമുദ്ര പോലെ കിടപ്പുണ്ട്. എന്താണ്? കർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്ന്. അതെന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞാലും കർത്താവിൻ്റെ പ്രവൃത്തി മൂലം നിന്നെ വീണ്ടെടുക്കാൻ കഴിയും. ഇപ്പം എന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? ഈ ബൈബിൾ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. സങ്കീർത്തനം 118:22 എടുത്തേ. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായില്ലേ?